നോക്കിയേ, ഞാനൊരു അന്തവും കുന്തവും ഇല്ലാത്ത മനുഷ്യനാ. വാക്കും വടിയും എന്തിനുള്ളതാ, എവിടെയാ വെക്കേണ്ടതെന്ന് എനിക്ക് ചിലപ്പോ തിരിയാതെ പോകും. ഇക്കാര്യത്തിൽ ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ. നജീബിന്റെ വിസ വരാൻ പോണു. ഓൻ പോണേലും മുമ്പ് നജ്മാന്റെ കല്യാണം വേണ്ടെങ്കി വേണ്ട. നമ്മള് സ്വത്ത് വാങ്ങാൻ 1001 ടോക്കൺ അഡ്വാൻസ് കൊടുത്തുന്ന് വെച്ച് എല്ലാ കച്ചവടവും നടക്കണമെന്നില്ലല്ലോ. നജ്മാക്ക് വയസ്സ് 18 കഴിയാൻ പോണു. കെട്ടിച്ചയക്കാതെ പറ്റൂലല്ലോ. 7-8 കൊല്ലായില്ലേ സെലീനനെ കെട്ടിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ കൂട്ടിക്കീച്ച അതിനൊരു ഉത്തരം അനക്കം കിട്ടും. വെന്ത ചോറും പ്രായം തികഞ്ഞ പെൺകുട്ടികളും ഒരുപോലെയാ. ചോറ് പഴയതായ പഴഞ്ചോറെന്ന് പറയും. പിന്നെയും പഴകിയാലോ? സെലീനാന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ അത് അങ്ങനെയായി. മജീദ്ക്ക, ഉപ്പാന്റെ സ്ഥാനത്തെ എന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്റെ മാത്രം ഉപ്പായിട്ടല്ല, സെലീനാന്റെ കൂടെ ഉപ്പാവണങ്ങള്. ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. എന്ന് പറയരുത്. ഇതിൽ കേറിക്കോ. നിങ്ങളിപ്പോ എല്ലാം കൂടി കാക്കോത്തി പറിക്കുമ്പോൾ എന്താണ്? ഞങ്ങളിപ്പോ ഇതിലാ കയറണ്ട. ചേട്ടാ, റോഡ് കിങ് കയറിക്കോ. ഇതേ റോഡിലെ ആദ്യം പോണത് അതാണോ? ഇത് തന്നെ. മൈത്രി പോയി 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് റോഡ് കിങ് പോകും. വണ്ടിക്കാരൻ വരുന്ന ആൾക്കാർ മൈത്രി കെട്ടി ഒലത്തുന്നോ? ചക്കരേ, അവനവന് മാത്രം പോകുന്നവർക്ക് നേരെ പോക്കണം. കൈ എവിടെ പോക്കണം, എവിടെ ഇറക്കണം, നിന്നെ പഠിപ്പിക്കാൻ ഇയ്യാനാ. വണ്ടി ഇറങ്ങാം. വിളിച്ചു പറയണ സ്റ്റാൻഡിൽ ആദ്യം പോകുന്ന റോഡ് കിങ് ആണെന്ന്. ഇനി ആർക്ക് സംശയം വേണ്ട. സ്റ്റാൻഡിൽ നിന്ന് ആദ്യം പുറപ്പെടുന്ന റോഡ് കിങ് ആണ്. കയറിക്കോ മോനെ, കയറിക്കോ. വണ്ടി എടുക്കടാ. വണ്ടി എടുക്കടാ, മുന്നോട്ടെടുക്ക്. ഞാനൊന്ന് കാണോ. എന്റെ നെഞ്ചുമല ഓടിച്ചു പോടാ എന്റെ റോഡ് കിങ്. വണ്ടി എടുക്കണം. എന്തേ കാലമരനിലെ ആക്സിലേറ്റർ മല് വാടാ, വണ്ടി എടുക്കണം. സുൽത്താൻ കുഞ്ഞാക്ക അല്ലേ? അല്ല, സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക. മിടുക്കനാണല്ലേ? ഏയ്, ബസ് കണ്ടക്ടറാ. മാറി നിൽക്കണം അങ്ങോട്ട്. ബുദ്ധിമുട്ട. 10-21 വയസ്സ് മുതൽ ഈ ബസ്സിലും സ്റ്റാൻഡിലും റോട്ടുമിലും ഒക്കെ ജീവിച്ചോനാ ഞാൻ. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് മാറാൻ പറഞ്ഞാ മാറാൻ ലേശം ബുദ്ധിമുട്ടാ സാറേ. വെറും ഒരാളല്ല, സ്ഥലം എസ്സായി, നിയമപാലകൻ എന്ന് മലയാളത്തിൽ ചുരുക്കി പറയും. ആ സാധനത്തിനൊക്കെ അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കാൻ എനിക്കറിയാം. മുമ്പ് പലർക്കും കൊടുത്തിട്ടുണ്ട്. ചെലക്കുന്നു, ഇങ്ങോട്ട് വേണ്ട, മേത്തോട്ടുള്ള കളി വേണ്ട ചക്കരെ. ഞാൻ ചെലക്കാൻ തുടങ്ങണുള്ളൂ. എല്ലാരും അറിയാൻ വേണ്ടി പറയാണ്. സർവ്വ നിയമവും ലംഘിച്ച് ബസ്സിലും ബസ് സ്റ്റാൻഡിലും റോട്ടുമ്പലും ഗുണ്ടായസം കാഴ്ച നടക്കണ ഈ റോഡിംഗ് ബസിന്റെ മോലാളിയാണ് ഈ നിൽക്കുന്ന സാജൻ ജോർജ് സാർ. ട്രാഫിക്കിലെ പുകയിലും പൊടിയിലും പൊരുവയിലത്തും പണിയെടുക്കണ എത്രയോ ട്രാഫിക് പോലീസുകാരെയും സബ് ഇൻസ്പെക്ടർമാരെയും കണ്ടിട്ടുള്ളതല്ലേ നമ്മള്. നാട്ടുകാരെ നെഞ്ചത്തുമ്പോ കൂടെ ഓടിക്കാൻ ബസ് പോയിട്ട് ചവിട്ടി അടക്കാൻ ഒരു സൈക്കിള് പോലും ഇല്ലാതെ പെൻഷൻ പറ്റി പിരിയണ ആ സാധുക്കളുടെ ഇടയെന്ന് ഇമ്മാതിരി ഒരു ബസ് മുതലാളി ഉണ്ടാവണമെങ്കിൽ കൈക്കൂലി, അഴിമതി, പിടിച്ചോറി, സ്വാധീനം, ഗുണ്ടായിസം ഇതൊക്കെ കൊണ്ട് എന്നേ പറ്റുള്ളൂ. വീടും പറമ്പും വിറ്റും കൊള്ളപ്പലിശക്ക് കടമേങ്ങിയും ബസ് സർവീസ് നടത്തി തുലഞ്ഞ ബസ് മുതലാളിമാരെയും ജീവിതം നടു റോട്ടിൽ ഹോമിക്കുന്ന പാവപ്പെട്ട വണ്ടിക്കാരുടെ മേത്ത് കുതിരകയറാൻ വന്നാലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടറെ, നിങ്ങൾ വണ്ടിപ്പണിക്കാരെ തനി സ്വഭാവം അറിയും, ബസ് സ്റ്റാൻഡിലെ ശരിക്കുള്ള നിയമം അറിയും. തടിയെടുത്താ നിങ്ങളെ തടിക്കല്ലത്. ബാഗ് എടുത്തോളി. ചക്കരെ പോ. വാസുട്ടെ കേറിയാ? പോട്ടെ, കേറി ചേച്ചി. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. ശിവ
ശിവപുരം. ആ ശിവപുരത്തേക്ക് ഇത്തിരി മൂർച്ചയുള്ള ഒരാക്കിരിക്കാൻ ഒരു സീറ്റ് ഒഴിഞ്ഞടിക്കാരെങ്കിലും. വേണ്ട, ഞാൻ നിന്നോളാം. ഓ എളിമ എളിമ എളിമ. എളയമല്ല, നൂർജഹാൻ. എന്തിനാ 100 101 102 നാരായണ, ആ ആംബുലൻസ് ഒന്ന് ഒതുക്കിക്കോളി. വേണ്ട, എന്റെ വണ്ടിയോട് എന്റെ യാത്രക്കാരോടും വേണ്ട. ഞാൻ ഉണ്ടല്ലോ ഇവിടെ, ഞമ്മക്ക് തമ്മിൽ തീർക്കാം. എന്നാ ഇവിടെ തന്നെ തീർക്കണോ നായിന്റെ മോനെ? പിടിച്ചു കേട്ടാ ഞാൻ ലഗേജാ കയറിക്കോളാം. വാസുട്ടേ, യാത്രക്കാരെ ബുദ്ധിമുട്ടാക്കരുത്. വണ്ടി വിട്ടോളി. ചെറ്റ ബസ് സ്റ്റാൻഡിന്റെ നിയമമുണ്ടല്ലടാ, ഇത് പോലീസ് സ്റ്റേഷന്റെ നിയമം. ഞാൻ 4 അല്ല 40 ബസ് വാങ്ങും. നിന്റെ വണ്ടിയുടെ റൂട്ട് വരെ വാങ്ങും. ഓട്ടിക്കും. കാണണം നിനക്ക്. എസ്ഐയും കണ്ടക്ടറും ആണെങ്കിൽ ഞാൻ കൊള്ളും. അല്ലെങ്കിൽ ഞാൻ തല്ലും ചക്കരെ. നീ തല്ലല്ലേ? റോഡ് കിങ്ങിന്റെ മുതലാളി സാജൻ ജോർജ്. മൈത്രി ബസിന്റെ മുതലാളി സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ എന്ന കുഞ്ഞാക്ക.
വേണ്ട. സബ് ഇൻസ്പെക്ടർ സാജൻ ജോർജ്.